നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ഒരു FB പോസ്റ്റ് കണ്ടു. ബാംഗ്ലൂരിൽ മുസ്ലിങ്ങളെ കൂട്ടത്തോടെ കുടിയൊഴിപ്പിച്ചു എന്ന് പറഞ്ഞാണ് മുഖ്യമന്ത്രി പോസ്റ്റിട്ടിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോ ഇടുന്നത് ബാംഗ്ലൂരിലെ എലയങ്കയിൽ നിന്നാണ്. ഇതിന് തൊട്ടടുത്തുള്ള കോഗിലോട്ടിൽ നിന്നാണ് സർക്കാർ ഭൂമിയിൽ അനധികൃതമായി കുടിയേറിപ്പാർത്ത 200ഓളം കുടുംബങ്ങളിലെ 1500ഓളം ആളുകളെ കുടിയൊഴിപ്പിച്ചിരിക്കുന്നത്. ഇതിൽ മുസ്ലിങ്ങളുണ്ട്, ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, ഒരു മതത്തിലും പെടാത്ത ആളുകളുമുണ്ട്. ഈ വിഷയം റിപ്പോർട്ട് ചെയ്ത കർണാടകയിലെ ഒരു ചാനലും ഇതൊരു മതത്തിൻ്റെ വിഷയമായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് സാധാരണക്കാരുണ്ടായ പ്രശ്നങ്ങൾ മാത്രമാണ് അവർ ചർച്ച ചെയ്തത്. എന്നാൽ ഈ വിഷയം കേരളത്തിലേക്ക് എത്തിയപ്പോൾ അതിനൊരു മതത്തിൻ്റെ ടൈറ്റിൽ നൽകി പ്രചരിപ്പിക്കുന്നത് കണ്ടു. സാധാരണ അന്തം കമ്മികളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും ഇതൊരു മുസ്ലിം വിഷയമായാണ് അവതരിപ്പിച്ചിട്ടുള്ളത്. ഹിന്ദുവിൻ്റെയും മുസ്ലിമിൻ്റെയും ക്രിസ്ത്യാനിയുടെയും മതമില്ലാത്തവൻ്റെയും വീട് നഷ്ടപ്പെട്ട ഒരു വിഷയത്തിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ പോലൊരാൾ മുസ്ലിമിൻ്റെ മാത്രം വിഷയം പറഞ്ഞ് പോസ്റ്റിട്ടതിൻ്റെ യുക്തി എന്താണെന്ന് മനസ്സിലാകുന്നില്ല. ഏകദേശം 14 ഏക്കറോളം സ്ഥലത്ത് വ്യാപിച്ചു കിടക്കുന്ന 100 കോടിയോളം വില വരുന്ന ഭൂമിയാണ് സർക്കാർ ഇപ്പോൾ റിക്കവർ ചെയ്തിരിക്കുന്നത്. ഇവിടെ വീട് നഷ്ടപ്പെട്ടവരിൽ കുടിൽക്കെട്ടി താമസിക്കുന്ന സാധാരണക്കാരായ ആളുകളുണ്ട്, റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ ഗണിയിൽപ്പെട്ട് വന്നവരുണ്ട്, ഹിന്ദുവുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാ മതത്തിൽപ്പെട്ട ആളുകളുമുണ്ട്. എന്നാൽ ഈ കുടിയൊഴിപ്പിക്കൽ മുസ്ലിങ്ങൾക്കെതിരെയുള്ള ഒരു നടപടിയായി ചിത്രീകരിച്ചുകൊണ്ടാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും CPMൻ്റെ സൈബർ ഹാൻഡിലുകളും പ്രചാരണം നടത്തുന്നത്. സമാനമായ രീതിയിൽ ബാംഗ്ലൂരിലെ തന്നെ മാർത്തഹള്ളിയിലും കുന്തനഹള്ളിയിലും മാസങ്ങൾക്ക് മുമ്പേ ഇതുപോലെ കുടിയൊഴിപ്പിക്കൽ നടന്നിരുന്നു. അന്നൊന്നുമില്ലാത്ത വിവാദമാണ് ഇപ്പോൾ യലഹങ്കയിലെ ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നത്. 2019 മുതൽ ഇവിടെ കുടിയേറി താമസിക്കുന്നവർക്ക് ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നിരവധി തവണ നോട്ടീസ് നൽകിയിട്ടുണ്ട്. 2 ആഴ്ച മുന്നേ ഇവിടേക്കുള്ള വൈദ്യുതിയും കട്ട് ചെയ്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോഴുള്ള ഈ പൊളിക്കൽ നടപടി ഉണ്ടായിരിക്കുന്നത്. സർക്കാർ ഭൂമി തിരിച്ചുപിടിക്കുന്ന ഒരു സാധാരണ റിക്കവറി നടപടി മാത്രമാണിത്. ഇതിന് മതത്തിൻ്റെ ടൈറ്റിൽ നൽകി തെറ്റായി വ്യാഖ്യാനിക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് കർണാടകയിലെ വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ കണ്ട് വ്യക്തത വരുത്താവുന്നതാണ്.